ഹലോ, രാജീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നൊരു മുട്ടക്കറി തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് മുട്ടയും ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് 2 വിസിൽ കേൾപ്പിച്ചാൽ മാത്രം മതി. മുട്ട പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പം നമുക്ക് സമയവും ലാഭിക്കാം, ഗ്യാസും ലാഭിക്കാനായിട്ടാണ് ഈ പറയുന്നത്. ഒരു 1/4 കപ്പ് വെള്ളം അതൊന്ന് തിളച്ച് വിസിൽ വരുന്ന സമയം മാത്രം മതി. ആ സമയം കൊണ്ട് നമുക്ക് മുട്ട നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ കണ്ടോ, കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അത്രയും ആവശ്യം ഉള്ളൂ. അടി പിടിക്കാതെ ഇരിക്കേണ്ട ആ ഒരു വെള്ളത്തിൻ്റെ അളവ് മാത്രമേ ഉള്ളൂ. മുട്ട പെട്ടെന്ന് വെന്ത് കിട്ടും. മുട്ട മാറ്റിയതിന് ശേഷം കുക്കറിൽ നമുക്ക് ഉള്ളി വേവിക്കാൻ വയ്ക്കാം. അതിലോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഞാനിവിടെ ഒരു 1/2 കിലോ സവാളയാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ സവാള നീളത്തിൽ അരിഞ്ഞത്, മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 1/4 കപ്പ് വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ കേൾക്കുമ്പോഴേക്കും ഉള്ളി വെന്ത് കിട്ടും. വെള്ളം നമ്മൾ കുറച്ച് ഒഴിക്കുന്നത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ വിസിൽ കേട്ട് ഉള്ളി വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് രാവിലെ ഈ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഉള്ളി ചട്ടിയിലിട്ട് വരട്ടി അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഗ്യാസും ലാഭിക്കാം, സമയവും ലാഭിക്കാം. അപ്പോൾ പെട്ടെന്നേക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ജോലിയും ആകും. അപ്പോൾ നന്നായിട്ട് ഉള്ളി വെന്ത് കിട്ടും കേട്ടോ. ഇങ്ങനെ കുക്കറിൽ വേവിക്കുമ്പോൾ ഒരു 3 വിസിലിൻ്റെ ആവശ്യമേ ഉള്ളൂ. 3 വിസിൽ കേട്ട് ഉള്ളി ഇറക്കി വെച്ചതിന് ശേഷം വേറൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് വഴറ്റി അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അത് നമ്മുടെ ഓരോരുത്തരുടെയും പിന്നെ എരിവിനനുസരിച്ച് ആണ് ചേർക്കേണ്ടത്. ഇവിടെ നമുക്ക് എരിവ് കുറച്ച് മതി മുട്ടക്കറിക്ക്. അതുകൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല, ഇത്രയും മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എണ്ണയിലോട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് 3 വിസിലിട്ട് വേവിച്ച് വെച്ചില്ലേ, ആ ഉള്ളിയും കൂടെ ചേർത്ത്, ഉള്ളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഉള്ളിയും ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുട്ടക്കറി റെഡിയായി. ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കണവർക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാനിവിടെ പാക്കറ്റ് പാലാണ് ചേർക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ എനിക്ക് നന്നായിട്ട് കറിക്ക് നല്ല ഒരു കുറുകിയ ഒരു ഇത് കിട്ടാറുണ്ട്. പാക്കറ്റ് പാൽ ചേർക്കുമ്പോൾ ടേസ്റ്റും പാക്കറ്റ് പാൽ ചേർക്കുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തേങ്ങാപ്പാലും ചേർക്കാം, തേങ്ങാപ്പാലിനും ടേസ്റ്റ് ആണ്. എന്നാലും പാക്കറ്റ് പാൽ ാണ് നമുക്ക് രാവിലത്തെ ഈ ഓട്ടപ്പാച്ചിലിൻ്റെ ഇടയിൽ നമുക്ക് തേങ്ങ തിരുവി പാൽ എടുക്കുന്നതിനേക്കാളും ഈ പാക്കറ്റ് പാലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിവിടെ പാക്കറ്റ് പാൽ ഉപയോഗിക്കുന്നത്. അതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും ചേർത്ത് നമുക്ക് ഇളക്കി എടുക്കാവുന്നതാണ്. പിന്നെ മല്ലിയില ഓപ്ഷണലാണ്, ആവശ്യം ചേർക്കാവുന്നവർക്ക് ചേർക്കാം, ഇല്ലാത്തവർക്ക് അടുത്ത തവണ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എല്ലാവർക്കും ഇഷ്ടമാവും.